എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി വന്നിട്ട് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ഫുഡ് കഴിക്കുന്ന സമയത്ത് മീൽസിൻ്റെയൊക്കെ കൂടെ സൈഡ് ഡിഷായിട്ട് ചില സമയങ്ങളിൽ ബീറ്റ്റൂട്ട് തോരൻ കിട്ടാറുണ്ടല്ലേ. അപ്പോൾ ഒരു ബീറ്റ്റൂട്ട് തോരൻ വന്നിട്ട് വളരെ ടേസ്റ്റിയാണ്. കാരണം ഇഷ്ടമല്ലാത്തവർ പോലും അത് ചോദിച്ച് വാങ്ങിച്ച് കഴിക്കുന്നത് കാണാം. അപ്പോൾ ആ ഒരു ബീറ്റ്റൂട്ട് തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 3 മീഡിയം സൈസിലുള്ള ബീറ്റ്റൂട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇതെല്ലാം ഇവിടെ നല്ലപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെന്നുവരികിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ബീറ്റ്റൂട്ട് കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വലിപ്പത്തിൽ ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായി വരുമ്പോഴേക്ക് നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത കടുകെല്ലാം ഇവിടെ നല്ലപോലെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് സവാളയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ സവാള ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സവാള വന്നിട്ട് ഒരുപാട് സമയമൊന്നും അങ്ങനെ വഴറ്റേണ്ട ആവശ്യമില്ല. അതിൻ്റെ ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും ബാക്കി ചേരുവകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ചിലർക്കെന്ന് വെച്ചാൽ ബീട്രൂട്ടിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ തോരനൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് സവാളയൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമ്മുടെ സവാളയെല്ലാം ഇവിടെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു പച്ച മണം ഒന്ന് മാറിയാൽ മതിയാകും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പാത്രം അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. കാരണം ആ ബീട്രൂട്ടിൽ നിന്ന് വരുന്ന വെള്ളം മതിയാകും ഇത് വെന്ത് വരാനായിട്ട്. ഇനിയിപ്പോൾ ഞാനിവിടെ പാത്രം ഒന്ന് അടച്ചു വെച്ച് തീയെ മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം കുക്ക് ചെയ്തെടുക്കുകയാണ്. പിന്നെ പാത്രം ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറന്നു പോരുത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 2-3 പ്രാവശ്യം ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീട്രൂട്ടിൽ നിന്നും വന്നിരിക്കുന്ന വെള്ളമാണിത്. അപ്പോൾ ഈ ഒരു വെള്ളം മതിയാകും നമ്മുടെ ബീട്രൂട്ടെല്ലാം ഒന്ന് വെന്ത് വരാനായിട്ട്. വീണ്ടും ഞാനിവിടെ പാത്രം അടച്ചു വെച്ച് കുക്ക് ചെയ്യുവാണ്. അപ്പോൾ ഈ ഒരു സമയം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 1/2 കപ്പ് തേങ്ങ ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായ വറ്റൽമുളക്, ഞാനിപ്പോൾ ഇവിടെ ഒരു 3 കാശ്മീരി മുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ മുളകിൻ്റെ എണ്ണമൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. ഇത്ര എരിവ് വേണ്ടാന്ന് വരികിൽ 2 വറ്റൽമുളകും 1 പച്ചമുളകും ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു 3 വലിയ അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ വലുതായതുകൊണ്ടാണ് 3 എണ്ണം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചെറുതാണെങ്കിൽ ഒരു 4-5 അല്ലി വെളുത്തുള്ളി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ വെളുത്തുള്ളിയുടെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. പക്ഷേ വെളുത്തുള്ളിയും അതുപോലെ തന്നെ സവാളയൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ ആ ഒരു ബീട്രൂട്ട് തോരന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്കൊരു 1.5 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകമാണ് ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. 1.5 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഈ സമയം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ചതച്ച് കൊണ്ടുവരണം. വെള്ളമൊന്നും ഒട്ടും ചേർക്കാൻ പാടില്ല. വെള്ളമൊന്നും ചേർക്കാതെ കൊണ്ട് ചതച്ച് കൊണ്ടുവരാം. ലാസ്റ്റ് നമുക്കിതിലേക്ക് 2 കറിവേപ്പിലയും കൂടി ഇട്ട് വേണം ചതച്ചെടുക്കാനായിട്ട്. കാരണം ആ കറിവേപ്പിലയൊക്കെ ഒന്ന് ചതഞ്ഞ് വരുമ്പോഴേക്കും നല്ലൊരു മണവും രുചിയും ഒക്കെയാണ് നമ്മുടെ തോരന് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇവിടെ നല്ലപോലെ ഒന്ന് ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ലാസ്റ്റാണ് കേട്ടോ കറിവേപ്പില ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബീട്രൂട്ടെല്ലാം ഇവിടെ നല്ലപോലെ വെന്ത് അതിലുള്ള വെള്ളമെല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഈ ഒരു സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ അരപ്പൊക്കെ ഒന്ന് ചേർത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് പാത്രം അടച്ച് വെക്കേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ ഒരു 2 മിനിറ്റ്
ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാകും. ആ ഒരു അരപ്പിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറി അതിൻ്റെ ആ ഒരു മണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും സ്റ്റൗ ഓഫാക്കാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മുടെ ഒട്ടും കുഴഞ്ഞു പോകാത്ത റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ആ ഒരു രുചിയിലുള്ള ബീട്രൂട്ട് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ബീട്രൂട്ടൊക്കെ കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർ പോലും നമ്മൾ ഇതുപോലൊരു തോരനൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നവരേക്കും ടേക്ക് കെയർ. ബൈ.